നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് FC ബാഴ്സലോണയും ഇൻ്റർ മിലാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. 3-3 ആദ്യ പാദത്തിലെ റിസൾട്ട് നമുക്കറിയാമത്. അപ്പോൾ രണ്ടാം പാദത്തിൽ ആർക്കാണ് മുൻതൂക്കം? അതുപോലെ രണ്ട് ടീമിൻ്റെയും കോച്ചുമാർ ഈ കളിയെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കാര്യങ്ങളൊന്ന് നോക്കിയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 സാൻസിറോയിലാണ് കളി എന്ന് പറയുമ്പോൾ ഇൻ്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണയുടെ മൈതാനത്ത് പോയി ആദ്യപാദം 3-3 സമനില പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ രൂപത്തിലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്, അത് സമ്മതിക്കണം. ഇനിയിപ്പോൾ അവരുടെ മൈതാനത്താണ്, അവരുടെ മൈതാനത്ത് അവരുടെ കാണികളുടെ മുന്നിൽ ആ കാണികളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ആവേശത്തോടു കൂടി ലൗട്രോയും സംഘവും പന്ത് തട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ലൗട്രോ ഇപ്പോൾ കളിക്ക് മുമ്പ് അദ്ദേഹം ഫിറ്റാണ് എന്നുള്ളത് അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹാൻസി ഫ്ലിക്ക് മത്സരത്തിൽ തൻ്റെ ടീം എൻജോയ് ചെയ്ത് കളിക്കുമെന്നൊക്കെ പറയുമ്പോഴും ബാഴ്സയെ അങ്കലാപ്പിലാക്കുന്നൊരു കണക്കുണ്ട്. അവസാനത്തെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 മത്സരങ്ങൾ, അവസാനത്തെ 4 സെമി ഫൈനൽ എവേ മത്സരങ്ങൾ ബാഴ്സയ്ക്ക് എന്ത് സംഭവിച്ചു? 4 എവേ മാച്ചസ് ഇൻ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽസ്, 4 ബാഴ്സലോണ തോറ്റിട്ടുണ്ട്. അവസാനം കളിച്ച 4 സെമി ഫൈനൽ എവേ മാച്ചസ്. ബാഴ്സലോണ ലാസ്റ്റ് ടൈംസ് ദേ പ്ലേഡ് ഇൻ ദി ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽസ് 4 എവേ മാച്ചസ് 4 ലോസസ്. ആ കണക്ക് ബാഴ്സയെ അങ്കലാപ്പിലാക്കുന്നതാണ്. കൂടാതെ ഇന്നത്തെ കളി ഇൻ്ററിൻ്റെ മൈതാനത്താണ് എന്നുള്ളതും അവർക്ക് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. സിമോൺ ഇൻസാഗി, ഇൻ്റർ മിലാൻ്റെ കോച്ച്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഈ മത്സരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് ഗെയിമാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെതിരെ ഞങ്ങൾക്ക് കളിക്കേണ്ടത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ അറ്റൻറ്റീവായ ക്ലിയർ ഹെഡഡ് ആയിട്ടുള്ളൊരു ഇൻ്ററിനെയാണ് നാളെ കളിക്കളത്തിൽ കാണേണ്ടത്. അദ്ദേഹം ഇന്നലെ പത്രമാധ്യമങ്ങളോട് പറയുകയാണ്, നാളെ വളരെ വളരെ അറ്റൻറ്റീവായ ക്ലിയർ ഹെഡഡ് ആയിട്ടുള്ളൊരു ഇൻ്ററിനെയാണ് കാണേണ്ടത്. ഗ്രൂപ്പ്, അതായത് എൻ്റെ ടീം, അവരിൽ സ്വയം വിശ്വസിക്കുന്നുണ്ട്. അവർ ഈ മത്സരത്തിന് വേണ്ടി വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മത്സരത്തിന് വേണ്ടി ആകാംക്ഷയോടുകൂടി ഇൻ്ററിൻ്റെ താരങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ ചിലതൊക്കെ ഉറപ്പിച്ചാണ് കളിക്കളത്തിലേക്ക് വരുന്നത് എന്ന് വ്യക്തമാണ്. അതേസമയം ബാഴ്സയുടെ കോച്ച് പറയുന്നത്, ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് ആർക്കും ഞങ്ങൾ എന്തൊക്കെ നേടുമെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളി ആസ്വദിച്ച് മുന്നോട്ട് പോവുക, ആരാധകരെ സന്തോഷിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓൾറെഡി 2 കിരീടങ്ങൾ ഞങ്ങളിപ്പോൾ ഈ സീസണിൽ നേടിക്കഴിഞ്ഞു. എല്ലാ പ്ലെയേഴ്സും ഓരോ ഗെയിമുകളിൽ കടന്നു പോകുമ്പോഴും കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ട് വരികയും ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലാണ്. സോ ഞങ്ങളിത് ആസ്വദിക്കുകയാണ്. ഇവിടെ കളിക്കുന്നത് ആസ്വദിച്ചുകൊണ്ട്, പരസ്പരം കളി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എത്രത്തോളം മികച്ചവരാണ് എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ 2 ടീമും തയ്യാറാണ്. ഒരു കിടിലൻ പോരാണെന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് നോക്കിയാൽ പക്ഷേ ബാഴ്സക്കാണ് ആധിപത്യം. 6 വിജയങ്ങൾ ബാഴ്സ നേടിയപ്പോൾ 2 വിജയങ്ങളാണ് ഇൻ്റർ നേടിയത്. 5 മത്സരങ്ങൾ സമനിലയായി. 13 ഗോളുകൾ ഇൻ്റർ അടിച്ചപ്പോൾ 20 ഗോളുകളാണ് ബാഴ്സ അടിച്ചത്. ഫോം ഗൈഡിൻ്റെ കാര്യം നോക്കുമ്പോഴും ബാഴ്സക്കാണ് മുൻതൂക്കം. അവസാനമായിട്ട് അവർ കളിച്ച 5 കളികളിൽ 1 പോലും തോറ്റിട്ടില്ല. 4 വിജയങ്ങൾ, 1 സമനില. മറുഭാഗത്ത് ഇൻ്റർ അവസാനമായി കളിച്ച 5 കളികളിൽ 1 മാത്രമാണ് വിജയിച്ചത്. 3 തോൽവികളും 1 സമനിലയുമാണ് ഫലം. എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് 90 മിനിറ്റ് എന്ത് സംഭവിക്കും? ഇനി 90 മിനിറ്റും കടന്ന് എക്സ്ട്രാ ടൈമിലേക്ക് പോയാൽ അവിടെ എന്ത് സംഭവിക്കും? ഷൂട്ടൗട്ട് വന്നാൽ ആര് നേടും? ആരാധകരാകാംക്ഷയിലാണ്. കാത്തിരിക്കാം ഇന്നത്തെ പോരിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.